നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അപ്പൊ പണം എപ്പോഴും കിട്ടും? ജോലി തീർന്ന വരുമ്പോ തന്നെ കൂലി. അതാ എന്റെ ഒരു രീതി. ഓക്കെ. ആരാ അമ്മേ ഫോണില്? എന്തോ പണത്തിന്റെ കാര്യം പറയുന്ന കേട്ടു. അതെ, ചിട്ടിക്കാരി തങ്കമണി ഈ മാസ കാശ് എനിക്ക് വേണോന്ന് പറയാൻ വിളിച്ചതാ. അയ്യോ, തങ്കമണി ആന്റിയോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ആ ഫോണൊന്ന് തരുമോ? നിനക്കെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നീ വിളിച്ചു പറയ്. അപ്പോ ഞാൻ പറഞ്ഞല്ലോ ചെയ്യണേ തങ്കമണി. ആതിരയുടെ കല്യാണമൊക്കെ വരെയല്ലേ, അപ്പോ കാശിന് അത്യാവശ്യം വരും. അതുകൊണ്ടാ. ഞാൻ പിന്നെ വിളിച്ചോളാം. വിളിക്കണം. ശരി. ഓ, ഇനി ഇവിടെ ഒരു നാടകം വേറെ നടത്തണം. പുതിയ ഏതോ പദ്ധതികൾ ചർച്ച ചെയ്തതല്ലേ? ആരായിരുന്നു ഗൂഢാലോചനയ്ക്ക് കൂട്ട്? അത് മനസ്സിലായെങ്കിൽ പിന്നെ എന്തിനാ ഇങ്ങനൊരു ചോദ്യം? മനീഷ, നീ ആരെയൊക്കെ കൂട്ടുപിടിച്ചാലും ഈ കല്യാണം തടയാൻ നിനക്ക് കഴിയില്ല. എന്തിനാ അമ്മ ആവശ്യമില്ലാത്തതൊക്കെ കുത്തിപ്പൊക്കിക്കൊണ്ട് വരുന്നേ? ഞാൻ എന്റെ ഫ്രണ്ട് രശ്മിയോട് സംസാരിച്ചതാ. എന്റെ മോൾ ഇങ്ങനെ ഒരുപാട് നുണകൾ പറയേണ്ടി വരും. സത്യം പറ, ഹരിയുടെ കല്യാണം നടക്കാൻ പാടില്ലെന്ന് നീ ഇപ്പൊ ആരോടാ പറഞ്ഞത്? ഈ അമ്മയ്ക്ക് സദാ നേരം ആ ഒരൊറ്റ ചിന്തയുള്ളൂ. എനിക്കങ്ങനെ അല്ല. ഒരു കല്യാണം ഒന്നും പറഞ്ഞ് ഭ്രാന്തെടുത്ത് നടക്കുന്ന അമ്മയോട് എനിക്കൊന്നും പറയാനില്ല. അവിടെ നിന്നെ, നീ ഇപ്പൊ പറഞ്ഞത് പച്ച കള്ളവാ. അത് നിന്റെ മുഖത്ത് എഴുതി വെച്ചിട്ടുമുണ്ട്. നീ ഇപ്പൊ ഏതോ പുതിയൊരു കൂട്ടുകെട്ടുണ്ടാക്കിയിട്ടുണ്ട്. നിന്റെ നാവിന്ന് തന്നെ അത് പുറത്തു വരും. കഷ്ടം. ഈ മനീഷയെ കുറിച്ച് ഇത്രയും കാലായിട്ടും എന്റെ അമ്മ ഒന്നും മനസ്സിലാക്കിയിട്ടില്ല. ഈ മകളെ കുറിച്ച് അമ്മ ഇനിയും ഒരുപാട് ഒരുപാട് പഠിക്കാനുണ്ട്. എന്നെ പഠിപ്പിക്കുന്നതിന് മുൻപ് ചില കാര്യങ്ങൾ നീ പഠിപ്പിക്കേണ്ടത് നിന്റെ ഡാഡിയെയും അപ്പച്ചിയെയുമാണ്. അതാദ്യം ചെയ്യ്, കേട്ടോ? മോളെ ആതിരേ. അച്ഛാ, പ്രിയയുടെ അച്ഛനെ കണ്ടോ? കണ്ടു മോളെ. അദ്ദേഹം നിന്നെ പ്രത്യേകം അന്വേഷിച്ചു. പ്രിയ സ്ഥലത്തില്ലാത്തതുകൊണ്ടാ, ഇല്ലെങ്കിൽ ഞാനും കൂടി വന്നേനെ. പ്രിയ ഇല്ലാത്തതുകൊണ്ടൊന്നും ഒരു പ്രയാസവും ഉണ്ടായില്ല മോളെ. അദ്ദേഹം വിശദമായിട്ട് തന്നെ നമ്മുടെ ആവശ്യമെല്ലാം കേട്ടു. എന്നിട്ട് എന്തു പറഞ്ഞു? ലോൺ കിട്ടുവോ? അത് രണ്ട് കാര്യങ്ങളാ സാറ് പറഞ്ഞത്. ആദ്യം നീ സൂപ്പർ മാർക്കറ്റിന് വേണ്ടിയാണല്ലോ അദ്ദേഹത്തെ കാണാൻ ചെന്നത്. ഇതിപ്പോ കല്യാണ ആവശ്യത്തിന്. രണ്ടിനെയും രണ്ടു തരത്തിൽ കാണണം. സൂപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ വരവുണ്ടാക്കുന്ന ബിസിനസ്സാ, അതുപോലെ അല്ലല്ലോ കല്യാണം. ലോൺ തരുന്നതിന് അദ്ദേഹത്തിന് ചില പരിമിതികളൊക്കെ ഉണ്ട്. എന്നാലും അതൊക്കെ മറികടക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു. രണ്ടാമത്തെ പ്രശ്നം, നമ്മുടെ ഈ സ്ഥലം നാട്ടിൻപുറത്തല്ലേ. പട്ടണത്തിലെ സ്ഥലം പോലെ അല്ലല്ലോ നാട്ടിൻപുറത്തെ സ്ഥലം. അതുകൊണ്ട് ലോൺ കിട്ടണമെങ്കിൽ വേറെയും കടമ്പകളുണ്ട്. നമ്മൾ വിചാരിക്കുന്ന സമയത്തൊന്നും ലോൺ കിട്ടില്ല. പിന്നെ ഞാൻ ആലോചിച്ച ഒരു പോം വഴി ആ സ്ഥലം അങ്ങ് വിൽക്കുക എന്നുള്ളതാ. അതിന് പത്മനിയോട്ട് സമ്മതിക്കുകയുമില്ല. അത് വേണ്ടെന്തായാലും. സ്ഥലം വിൽക്കില്ല എന്ന് നമ്മൾ അമ്മയ്ക്ക് കൊടുത്ത വാക്കാ. ഇനിയിപ്പോ എന്ത് ചെയ്യും? പ്രൈവറ്റ് ഫിനാൻസുകാരുണ്ട്, പണം പെട്ടെന്ന് കിട്ടും. പലിശ കുറച്ച് കൂടുവന്നേ ഉള്ളൂ. വാസുവിനോട് ഞാൻ കുറച്ചു മുമ്പ് ഇതിനെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നു. നോക്കാമെന്ന് വാസു പറയുകയും ചെയ്തു.
പ്രൈവറ്റ് ഫിനാൻസ് നടത്തുന്നവരിൽ പലരും കൊള്ളപ്പലിശക്കാരല്ലേ അച്ഛാ? ആ അങ്ങനെ അല്ലാത്തവരും ഉണ്ട്. നമ്മുടെ പ്രധാന ആവശ്യം നമുക്ക് പണം കിട്ടുക എന്നുള്ളതല്ലേ പെട്ടെന്ന്. അതിന് പ്രൈവറ്റുകാരാ നല്ലത്. എന്നാലും അച്ഛാ, പേടിക്കാനൊന്നുമില്ലെന്നേ. നമ്മുടെ ആവശ്യം നടക്കണം, അതല്ലേ പ്രധാനം. എനിക്കെന്തോ ഭയം തോന്നുന്നു അച്ഛാ. ഭയമൊന്നും വേണ്ടെന്നേ. അതല്ലാതെ നമുക്ക് തൽക്കാലം വേറെ വഴിയൊന്നുമില്ലല്ലോ. അല്ല, പത്മിനി എവിടെ? അടുക്കളയിലുണ്ട്. അവളെ ഒന്ന് വിളിച്ചേ. അമ്മേ, ആ അച്ഛൻ വിളിക്കുന്നു. ആ ശിവേട്ടൻ വന്നോ? എപ്പോഴാ വന്നത്? കൊറേ നേരം ആയോ? ഇല്ല, ഇപ്പൊ വന്നതേ ഉള്ളൂ. ആ നീ കാര്യം പറഞ്ഞോ മോളെ? ഇല്ല, അച്ഛൻ തന്നെ പറഞ്ഞോളൂ. എന്താ കാര്യം? പറയാം, ഇരിക്കെ. ശിവേട്ടൻ പറ. പറയാം. കല്യാണ മണ്ഡപം, കാറ്ററിംഗ്, ഈവന്റ് മാനേജ്മെന്റ്, ഇതിനൊക്കെ അഡ്വാൻസ് കൊടുക്കണം. അതുകൊണ്ട് കുറച്ച് പണം അത്യാവശ്യമായിട്ട് വേണം. അപ്പൊ നാളെ തന്നെ ഫൈനാൻസുകാർക്ക് ആധാരം കൊണ്ടുകൊടുത്ത് പണം വാങ്ങാം. നാളെ കൊണ്ടുവന്ന് കൊടുത്താൽ ഉടനെ തന്നെ പണം കിട്ടുമെന്നാ പറയുന്നത്. അതിനി വൈകിക്കണ്ട. എന്താ ഒരു ആലോചന? ഒന്നുമില്ല, ഒരാലോചനയില്ല. ആധാരം ബാങ്കിൽ വെക്കുന്നല്ലേ പറഞ്ഞിരുന്നത്. ഇപ്പൊ എങ്ങനെ പ്രൈവറ്റ് ഫിനാൻസ് എന്നൊക്കെ ആയേ? അതാ ഞാനിപ്പോ ആതിരയോട് പറഞ്ഞത്. ബാങ്കിൽ ഈട് വയ്ക്കുമ്പോ കാശ് കിട്ടാൻ വൈകും. ഇതാകുമ്പോ പെട്ടെന്ന് കിട്ടും. നമുക്ക് പെട്ടെന്ന് വേണമല്ലോ. പ്രൈവറ്റ് ഫിനാൻസ് ഒക്കെ പ്രശ്നമാവില്ലേ ശിവേട്ടാ? ഓരോരുത്തരും ഓരോന്നൊക്കെ പറയുന്നുണ്ട്. ബാങ്കിൽ വെച്ച് പതുക്കെ ലോൺ കിട്ടിയിട്ടൊക്കെ പോരെ? അത് പോരാ. കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ പറഞ്ഞു വെച്ചതാ. അതിനിടയ്ക്ക് നിന്റെ വക ഒരു ഇടങ്കോല് വേണ്ട. ആധാരം തരാന്ന് ഞാൻ പറഞ്ഞതല്ലേ ശിവേട്ടാ? പിന്നെ എന്തിനാ ഇങ്ങനെ ഇടങ്കോലെന്നൊക്കെ പറയുന്നേ? രാവിലെ തന്നെ ആധാരം തരാം. അത് കൊണ്ടുപോയി കൊടുത്ത് പണം വാങ്ങാം. എന്നിട്ട് നമ്മുടെ ആതിരയുടെ കല്യാണം ഭംഗിയായിട്ട് നടത്താം. ശിവേട്ടാ, കാല് നല്ല വേദന. ഞാനൊന്നു പോയി കിടക്കട്ടെ.